ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി പഴം നിറച്ച് പൊരിച്ചതാണ്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴമാണ് കേട്ടോ വേണ്ടത്. 2 രീതിയിലുള്ളത് കാണിക്കുന്നുണ്ട്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഒരു പണ്ടം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാകുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ 2-3 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 1/4 കപ്പോളം അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ടുള്ള പീസല്ല, ഒന്ന് ക്രഷ് ചെയ്തിട്ട് 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനൊരു അളവൊന്നുമില്ല കേട്ടോ, നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 8-10 കിസ്മിസ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ, ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് പെട്ടെന്ന് തന്നെ കിസ്മിസ് പെട്ടെന്ന് വീർത്ത് വരും, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഫ്ലെയിം നല്ലോണം കുറക്കാം ഈ ഒരു സമയത്തൊക്കെ. ഇതിപ്പോൾ കിസ്മിസൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്ന ഈ ഒരു അളവ് ഒരു 10 പഴം നിറക്കാനുള്ള പണ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അളവ് നേരെ പകുതി എടുത്താൽ മതി. ഞാനിപ്പോൾ 10 പഴത്തിന് വേണ്ടിയിട്ടുള്ള ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു തേങ്ങ ചേർത്തിട്ടിന് നല്ലോണം കളർ മാറാനൊന്നും നിൽക്കണ്ട. ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊരു 4 പഴം അല്ലെങ്കിൽ 5 പഴം വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും വേണമെങ്കിൽ കൂടുതൽ ചേർക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര 6 ടേബിൾ സ്പൂണാണ്. 6-7 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പാകത്തിനുള്ള മധുരമാണ്. പിന്നെ നമ്മൾ പഴവും മധുരം ഉണ്ടല്ലോ, അപ്പോൾ പാകത്തിന് മതിയാകുന്നുണ്ട്. 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 7 ടേബിൾ സ്പൂൺ. 1/2 കപ്പ് നിറച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല. 1/2 കപ്പ് എന്ന് പറയുന്നത് 8 ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഇതിന് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരണം. അലിഞ്ഞ് ഇതിലോട്ടൊന്ന് മിക്സായി വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഇതിൽ തന്നെ ഇപ്പോൾ ഇതിൻ്റെ നടുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നടുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. മുട്ട പിന്നെ പെട്ടെന്ന് വെന്ത് ഒന്ന് ഇതായി വരുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, മുട്ട ചേർക്കാതെയും ചെയ്യാം കേട്ടോ. അതുപോലെ മുട്ട മാത്രമായിട്ട് ചേർത്തിട്ടും ചെയ്യുന്നുണ്ട്. തേങ്ങയൊന്നും ചേർക്കാതെ മുട്ട മാത്രം പണ്ടം വെച്ചിട്ട് മുട്ടയും അണ്ടിപ്പരിപ്പ് കിസ്മിസ് ആ ഒരു രീതിയിലും ഇതിലേക്കുള്ള പണ്ടം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പല രീതിയിലും ചെയ്യുന്നുണ്ട്. പിന്നെ ശർക്കര ചേർത്തിട്ടുള്ള പണ്ടവും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നമ്മൾ സാധാരണ അടയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴുള്ള ശർക്കര പണ്ടം ഉണ്ടാക്കിയെടുക്കുന്നില്ലേ, ആ ഒരു പണ്ടവും ഇതിലോട്ട് നിറച്ച് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ശർക്കര ചേർത്തിട്ട്. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള പണ്ടം. അപ്പോൾ ഇതിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, വേറൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് പഴം ഇത് നിറച്ചെടുക്കാനായിട്ട് പഴുത്ത പഴം തന്നെയാണ് വേണ്ടത്. പക്ഷേ നല്ലോണം പഴുത്ത് വടയുന്ന പരുവത്തിൽ അത്രയും പഴുത്ത പഴമല്ല കേട്ടോ, നല്ല പാകത്തിന് പഴുത്ത പഴമായാൽ മതി. പക്ഷേ പഴം പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ ഈ ഒരു പഴം ഇതിൻ്റെ ഇങ്ങേ അറ്റത്ത് ഒന്ന് കീറി കൊടുക്കണം. പഴം 2ആയിട്ട് പിളർന്ന് പോവാത്ത രീതിയിൽ, കട്ടായിട്ട് പോവാത്ത രീതിയിൽ ഇതിൻ്റെ അകത്ത് നല്ലോണം ഒന്ന് കീറി കൊടുക്കുക. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാകത്തിന് നല്ലോണം കുറച്ചൊന്ന് പിളർത്തിയെടുക്കണം. 2ആയിട്ട് പഴം കട്ടാവാത്ത രീതിയിൽ ഇതിൻ്റെ അകത്തൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പാകത്തിനൊന്ന് പിളർത്തിയെടുക്കാട്ട് ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതുപോലെ പഴം കട്ടാകാത്ത രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഇതിൻ്റെ അകത്ത് സ്പേസ് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു പണ്ടം കുറേശ്ശെ ഫില്ല് ചെയ്ത് കൊടുക്കാം. പക്ഷെ അങ്ങനെ ഒരു ഇച്ചിരി മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കുറച്ചധികം നമുക്ക് എത്രത്തോളം പറ്റുന്നുണ്ടോ അത്രയും നമുക്ക് പണ്ടം ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുമ്പോൾ കഴിക്കാൻ അത്ര പണ്ടത്തിൻ്റെ ആ ഒരു ഇത് വരില്ല. അപ്പോൾ കുറച്ചധികം പറ്റുന്ന രീതിയിൽ ആഴത്തിൽ തന്നെ കുറച്ച് ഇങ്ങനെ നിറച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, ഞാൻ രണ്ടും കാണിക്കുന്നുണ്ട്. പിന്നെ വേറൊരു രീതിയിൽ ചെയ്യുന്നത് നമ്മൾ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കും, ഫില്ല് ചെയ്യാതെ തന്നെ പഴം മൊത്തത്തിൽ തൊലിയോട് കൂടിയിട്ട് പുഴുങ്ങിയെടുത്തിട്ട് നമ്മൾ ആ ഒരു പുഴുങ്ങിയ പഴത്തിലോട്ട് ഈ ഒരു പണ്ടം മുകളിലോട്ടൊക്കെ ഇട്ട് കൊടുത്ത് സെർവ് ചെയ്തിട്ട് രണ്ടും കൂടെ പണ്ടവും പുഴുങ്ങിയ പഴവും അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു രീതി. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ പണ്ടം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല തിക്കായിട്ടുള്ള ഒരു മൈദ വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. തിക്കായിട്ടുള്ള മാവൻ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ഒരു ഫില്ല് ചെയ്ത് കൊടുത്ത പാകം ഒന്ന് കവർ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴും നമുക്ക് എണ്ണയിലോട്ടല്ല, നെയ്യിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണയിലും ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ മൈദമാവ് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. മൈദമാവ് ഇട്ടിട്ട് നമുക്ക് പ്ലേറ്റിൽ വെക്കാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ പഴവും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഓരോന്നിലോട്ടും മൈദമാവ് മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പാനിലോട്ട് അല്ലെങ്കിൽ കടായിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് മൈദമാവും കൂടെ ഇട്ട് കൊടുത്തിട്ട് പ്ലേറ്റിൽ വെക്കുമ്പോൾ നമുക്കങ്ങനെ നമ്മൾ വെക്കുന്ന രീതിയിൽ തന്നെ അങ്ങനെ ചരിഞ്ഞു പോകുമ്പോൾ ആ ഒരു മൈദമാവൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിപ്പാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മളെല്ലാ പഴവും ഇതുപോലെ പഴത്തിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. പണ്ടം ഈ ഒരു രീതിയിൽ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ. അപ്പോൾ എല്ലാ പഴവും ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് മൈദമാവും കൂടെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി, കവർ ചെയ്തിട്ട്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് നെയ്യിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണയിലും ചെയ്യാറുണ്ട്, പക്ഷേ ഒന്നും കൂടെ കൂടുതൽ ടേസ്റ്റ് നെയ്യിൽ ചെയ്യുമ്പോഴാണ്, ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ വേറൊരു രീതിയിൽ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അതുപോലെ ശർക്കര പണ്ടം വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ നമ്മൾ ആദ്യം പഴം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് മൈദമാവ് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്ത് മൈദമാവ് മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്തിട്ടും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇനി നമ്മൾ പഴം ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് നമ്മൾ മൈദമാവ് ഇട്ട് കൊടുത്ത പാകം കമഴ്ത്തി കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇട്ടപാടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് സ്പോയിലായി പോവും. പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ഒരു ചൂട് നെയ്യ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് തൂകി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് മൈദമാവ് പെട്ടെന്ന് അത് ചെറുതായിട്ട് കുക്കാകും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഒഴുകി പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് സ്ട്രൈറ്റായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ വെക്കുന്ന രീതിയിലായിരിക്കില്ല. അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് ചൂട് നെയ്യ് തൂകി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 മാത്രമാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം 2 വെച്ചിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. എല്ലാ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആക്കി കൊടുത്തിട്ട് മൊത്തത്തിൽ എല്ലാ സൈഡും നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. സൈഡിലോട്ടൊക്കെ ഇങ്ങനെ സൈഡും കൂടെ ഫ്രൈ ആയി വരുന്ന രീതിയിലൊക്കെ ഇങ്ങനെ തിരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ, 4 സൈഡും. എന്നിട്ട് നമുക്കിത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അകത്തുള്ള ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഇപ്പോൾ കണ്ടില്ലേ. ഇനി നമുക്കിത് മാറ്റാം. അപ്പോൾ എല്ലാ സൈഡും മുരിഞ്ഞ് വരുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും ആക്കി കൊടുത്തിട്ടുണ്ടതിന്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ കഴിക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബൗളിലോട്ട് 1.5 കപ്പ് മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു 6 പഴം ഉണ്ടാക്കിയെടുക്കാനുള്ള അളവാണ് 1.5 കപ്പ് മൈദമാവ്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന്. അതുപോലെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലോട്ട്
നല്ല തിക്കായിട്ട് കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ള വെള്ളമാണ്. ഒരു 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഴത്തിൽ ഓൾറെഡി മധുരമുണ്ട്. അതുപോലെ നമ്മൾ വെക്കുന്ന പണ്ടം നിറച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട. പാകത്തിന് 2-3 ടേബിൾ സ്പൂൺ മാത്രം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള വെള്ളം ചേർത്തിട്ടാണ് ഇതിപ്പോൾ കുഴച്ചെടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ല, ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഇവിടെ ഈ ഒരു ട്രെയിന് പോകുന്ന ഇതുണ്ട് കേട്ടോ, ഒരു പതിവ്. അപ്പോൾ ഞാൻ കഴിയുന്നതും അത് ആ ഒരു വോയിസ് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല തിക്കായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ പണ്ടം നിറച്ച പഴം തന്നെയാണ്. അപ്പോൾ ഈ ഒരു നമ്മളാദ്യം കാണിച്ചില്ല പണ്ടം ഉണ്ടാക്കുന്നതും നിറക്കുന്നതും, അതുപോലെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾക്ക് 6 പഴത്തിന് പാകത്തിനാകണമെന്നുണ്ടെങ്കിൽ അതിൽ കാണിച്ച തേങ്ങയുടെ അളവും പഞ്ചസാരയുടെ അളവും ഇച്ചിരി കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പാകത്തിനായിക്കോളും. അതിൽ കാണിച്ചത് 10 പഴത്തിനുള്ള അളവല്ലേ, അപ്പോൾ ഇച്ചിരി കുറച്ചാൽ മതി. ഇതിപ്പോൾ മൈദമാവ് ഇതുപോലെ നന്നായിട്ട് ഇതിലോട്ട് ഡിപ്പ് ചെയ്യാട്ടോ. മുകൾ പാകം വരുന്ന രീതിയിൽ, പണ്ടം മുകൾ പാകം വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പണ്ടമൊക്കെ ഇതായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സാവധാനം മുകൾ ഭാഗത്തേക്കാക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതെടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ പണ്ടം വരുന്ന ഭാഗം മുകൾ ഭാഗത്തേക്കാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ 3 പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് 3 പഴം ചെയ്യാനുള്ള മാവുണ്ട്, നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ 6 പഴം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ സാധാ പഴംപൊരിയൊക്കെ ചെയ്യുന്ന പോലെ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ശർക്കര പണ്ടം വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ശർക്കര പണ്ടം വെച്ച് ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. ശർക്കര പണ്ടം നല്ല കട്ടിക്ക് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കി അതിലോട്ട് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു പണ്ടം ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയും ചെയ്യാം കേട്ടോ. നെയ്യിൽ പൊരിച്ചെടുക്കുമ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിൽ മൈദമാവിൽ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ല, നല്ല 2 സൈഡും നല്ലൊരു മുരിഞ്ഞ് ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്, നമ്മൾ സാധാ പഴംപൊരി ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്